ലോക പ്രശസ്ത തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ വിടവാങ്ങി. അദ്ദേഹത്തിന് മരിക്കുമ്പോൾ 73 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. മരണവാർത്ത ഇപ്പോൾ കുടുംബം സ്ഥിരീകരിച്ചു. അതിനെക്കുറിച്ച് കുറച്ച് കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ മരണവാർത്ത വന്നിരുന്നു, പക്ഷേ മരിച്ചിട്ടില്ല, ICUവിൽ മാത്രമാണെന്ന് കുടുംബം, അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞു. എന്നാൽ ഇന്ന് കുടുംബം പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണം യാഥാർത്ഥ്യമാണ്, സംഭവിച്ചു കഴിഞ്ഞു. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. 4 തവണ പ്രസ്റ്റീജ് ഗ്രാമി അവാർഡ് നേടിയ സംഗീത പ്രതിമയാണ് ഇപ്പോൾ നമ്മോട് വിട പറഞ്ഞു പോയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, അതുപോലെ മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, ടെലിഫോണിൽ PPA ജെയിംസ്, അതുപോലെ കൊച്ചിയിൽ നിന്ന് പ്രജിൻസി കണ്ണൻ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്ക്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ശ്രീനാഥ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ കുടുംബം ഇതിനോട് പ്രതികരിച്ചു കഴിഞ്ഞോ? തീർച്ചയായും എസ്കെൻ, ഇപ്പോൾ വാർത്താ ഏജൻസിയോടെയാണ് ഇപ്പോൾ കുടുംബം ഈ മരണവിവരം സ്ഥിരീകരിച്ച് നൽകുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ഈ മരണവിവരം ആദ്യം പുറത്തേക്ക് വരുന്നത്. അത് വാർത്താവിനിമയ മന്ത്രാലയം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു വിവരം ആദ്യമായി സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ദൂരദർശൻ അടക്കമുള്ള ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങളും അത് നൽകി. അതാണ് മറ്റ് മാധ്യമങ്ങളും നൽകിയത്. എന്നാൽ പിന്നീട് കുടുംബം ഇക്കാര്യത്തിൽ അങ്ങനെയല്ല, അദ്ദേഹം ജീവനോടെ തന്നെ ഉണ്ട് എന്ന തരത്തിൽ ഒരു പ്രതികരണം നടത്തിയതോടെയാണ് ഇതിലൊരു ആശയക്കുഴപ്പം ആ ഘട്ടത്തിൽ ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നത് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ കൈമാറുന്നതിൽ വന്ന ചില സംശയങ്ങളും ആശയക്കുറവും ഒക്കെയാണ് ഒരു കൺഫ്യൂഷൻ ആ ഒരു ഘട്ടത്തിൽ ഉണ്ടാക്കിയത് എന്നതാണ്. ഏതായാലും ഇപ്പോൾ കുടുംബവും അദ്ദേഹത്തിന്റെ മരണവിവരം ഇപ്പോൾ സ്ഥിരീകരിച്ച് നൽകുന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ്. വിഖ്യാതനായ ഒരു സംഗീതജ്ഞന്റെ വിടവാങ്ങലാണ്. സംഗീതം മതമായി കണ്ട് സ്നേഹിച്ച, അതിനൊപ്പം ജീവിച്ച, അതിന് ചെയ്യാവുന്നതെല്ലാം തന്റെ ആവിഷ്കാരം മുഴുവൻ ചെയ്ത് ആണ് സാക്കിർ ഹുസൈൻ ഇപ്പോൾ മടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ കുടുംബം ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അത്തരം വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അദ്ദേഹം മുംബൈയിലാണ് ജനിച്ചത്, മാഹിമിലാണ് ജനിച്ചത്, ഇവിടെയാണ് വളർന്നത്. പക്ഷെ പിന്നീട് അമേരിക്കയിലേക്ക് താമസം മാറ്റിയതാണ്. പിന്നീട് അമ്മയും മറ്റും അമേരിക്കയിലെ ജീവിതത്തോട് പൊരുത്തപ്പെടാതെ വന്നതോടെ മുംബൈയിലേക്ക് ആ കുടുംബത്തിന്റെ ഒരു ഭാഗം, അമ്മയടക്കമുള്ള ആളുകൾ മടങ്ങി വന്നിരുന്നു. അതേസമയം സാക്കിർ ഹുസൈൻ അവിടെ തുടരുകയുമായിരുന്നു. മുംബൈയിലെ മലബാർ ഹില്ലിലാണ് സാക്കിർ ഹുസൈന്റെ മുംബൈയിലെ വസതി. അവിടെ വർഷത്തിൽ 1-2 തവണയൊക്കെ അദ്ദേഹം വരാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മുംബൈയിലേക്ക് കൊണ്ടുവരുമോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ആശയ വ്യക്തതയ്ക്ക് വേണ്ടി. ആ സംഗീതത്തെ, തബലയെ അന്താരാഷ്ട്ര തലത്തിൽ വളരെ പോപ്പുലറാക്കി മാറ്റുന്നതിൽ, പാശ്ചാത്യ സംഗീതത്തിൽ തബലയ്ക്ക് ഒരു ഇടമുണ്ടാക്കി നൽകിയതിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ പ്രയത്നം ഒക്കെ വളരെ വലുതാണ്. കേരളവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം നമുക്കറിയാം. വളരെ ചെണ്ടയടക്കമുള്ള കേരളത്തിലെ വാദ്യോപകരണങ്ങളെ വളരെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. കേരളത്തിൽ പലവട്ടം സന്ദർശനം നടത്തിയതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂര്യ ഫെസ്റ്റിവലിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. കോഴിക്കോട് നടന്ന മലബാർ മഹോത്സവത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് എത്രത്തോളം ആളുകൾ തിങ്ങി നിറഞ്ഞ വേദിയിലാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രകടനം നടത്തിയതെന്ന് അദ്ദേഹം പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതത്തെ സ്നേഹിക്കുന്ന ഇത്രയധികം പേരെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമെന്ന് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞതായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ശ്രീനാഥ് ചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇനിയും അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, സാൻ ഫ്രാൻസിസ്കോയിലാണ് അദ്ദേഹത്തിന് മരണം ഉണ്ടായത്. രണ്ടാഴ്ച മുമ്പാണ് അദ്ദേഹത്തിനെ അവിടുത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖമായിരുന്നു അദ്ദേഹത്തിന്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ ലഭിക്കുന്നത്? അവിടെ തമ്പി ആന്റണി ഉണ്ടല്ലോ, അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞോ? മോർണിംഗ് SKN. സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ആശുപത്രിയിലാണ് 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തത്. 73 വയസ്സായിരുന്നു പ്രായം. അവിടുത്തെ പ്രശസ്തമായ ഗോൾഡൻ ഗേറ്റ് പാലത്തിന്റെ വടക്ക് ഭാഗത്തായിരുന്നു ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. ഏതാണ്ട് 4 ദശാബ്ദക്കാലം സാൻ ആൻസൽമോ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് തമ്പി ആന്റണിയും ഒക്കെ താമസിക്കുന്നത്. തമ്പി ആന്റണിയുടെ ഒരു പ്രതികരണം ഇപ്പം മരണത്തിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടില്ല. വരും മണിക്കൂറിൽ നമുക്കത് ലഭിക്കും. ഈ 1970 19 വയസ്സുള്ളപ്പോഴാണ് സാക്കിർ ഹുസൈൻ അമേരിക്കയിൽ എത്തുന്നത്. അവിടെ വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ തുടക്കത്തിൽ തന്നെ അന്നത്തെ പ്രശസ്തരായ ജോർജ് ഹാരിസൺ, അതുപോലെ വാൻ മോൾസ്റ്റൺ, മിക്കി ഹാർട്ട് തുടങ്ങിയവരുമായിട്ടൊക്കെ ചേർന്നുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. 1973 ഹുസൈൻ ഒരു ഇന്ത്യൻ ജാസ് ഫ്യൂഷൻ ബാൻഡ് ശക്തി എന്ന് പറയുന്ന ഈ ഫ്യൂഷൻ ബാൻഡ് തുടങ്ങിയത്. അന്ന് അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായ ജാസ് ഗിത്താറിസ്റ്റ് ആയിരുന്ന ജോൺ മക്ലോഗിനോടൊപ്പമായിരുന്നു ഇത് ആരംഭിച്ചത്.
2024 അതായത് ഈ വർഷം ഹുസൈന് ഏറ്റവും ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു മ്യൂസീഷ്യനാണ് 3 ഗ്രാമി അവാർഡുകൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ 1999 US നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ദി ആർട്സ് എന്ന് പറയുന്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഏറ്റവും പരമ്പരാഗത ഈ മ്യൂസീഷ്യൻസിന് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന അവാർഡാണ് അദ്ദേഹത്തിന് അത് ലഭിച്ചത്. ഇത് കൂടാതെ ഈ 2016 പ്രസിഡന്റ് ഒബാമ അദ്ദേഹത്തെ പ്രത്യേക ക്ഷണിതാവായി ഓൾ സ്റ്റാർ ഗ്ലോബൽ കൺസേർട്ടിനായിട്ട് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുകയും ഉണ്ടായി. 2005 അദ്ദേഹത്തിന് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, നമ്മുടെ നമ്പി നാരായണനൊക്കെ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയാണ്, അവിടെ അദ്ദേഹത്തെ ഓൾഡ് ഡൊമീനിയൻ ഫെലോ എന്ന് പറയുന്ന അംഗീകാരം നൽകി ആദരിക്കുകയുണ്ടായി. അവിടെ അദ്ദേഹം ഏറെ നാൾ പ്രൊഫസറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ 66ാമത്തെ ഗ്രാമി അവാർഡിലാണ് അദ്ദേഹത്തിന് ഈ ഇത്രയധികം ഗ്രാമി അവാർഡുകൾ ലഭിച്ചത്. 5 പ്രാവശ്യമാണ് ഗ്രാമി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കോവിഡിന്റെ സമയത്ത് SKN അദ്ദേഹത്തിന് വളരെയധികം വിഷമമായിരുന്നു, ജനങ്ങളിൽ അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ ഓഡിയൻസിൽ നിന്ന് അകന്നു നിന്നത്. അതിനുശേഷം 2022 ഏപ്രിൽ 7-നാണ് അദ്ദേഹം വീണ്ടും വേദികളിലേക്ക് മടങ്ങി വരുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞ സെന്റൻസ് തന്നെ ലോസ്റ്റ് ഓൺ ആൻ ഐലൻഡ് വിത്ത് ടീയേഴ്സ് എന്നാണ് ഈ കോവിഡ് സമയത്ത് മാറി നിൽക്കേണ്ടതിനെ പറ്റി പറഞ്ഞത്. വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് വീണ്ടും തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്റോണിയ മിനക്കോള എന്നും ഒരു നേരിലായിട്ടുണ്ടായിരുന്നു, കഥക് ഡാൻസറാണ്. അവരായിരുന്നു ഏറെ നാൾ അദ്ദേഹത്തിന്റെ മാനേജറായിട്ട് പ്രവർത്തിച്ചത്. അനീസ ഖുറേഷിയും ഇസബെല്ലയും ആണ് മക്കൾ. അനീസയാണെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ട് ഇപ്പോഴും നിൽക്കുന്നു. ഇസബെല്ല ഒരു ഡാൻസറാണ്. ന്യൂയോർക്കിൽ മൻഹാട്ടിലാണ് ഇസബെല്ല ഉള്ളത്. SKN. ഓക്കെ, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പ്രജിൻസി കണ്ണൻ കൂടി ചേരുന്നു. പ്രജിൻസി കണ്ണൻ, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു തബലവാദകൻ എന്നതിനപ്പുറം ഈ താളത്തെ ലോകപ്രശസ്തമാക്കിയതിൽ ഈ സാക്കിർ ഹുസൈന് വലിയൊരു റോളുണ്ട്. അദ്ദേഹം മാത്രമല്ല, ലോകമെമ്പാടും പല വേദികളിലും അദ്ദേഹം തബലയിൽ വിസ്മയം തീർത്തു. അത് കണ്ട് ആളുകൾ അത്ഭുതത്തോടെ ഇന്ത്യയെ നോക്കുന്നുണ്ടായിരുന്നു. പ്രജിൻസി കണ്ണൻ, എന്തൊക്കെയാണ് താങ്കൾ ഒരു അത്യാവശ്യം സംഗീതത്തിൽ അഭിരുചിയുള്ള ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് ഇദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ കേട്ടപ്പോൾ എന്താണ് തോന്നുന്നത്? SKN തീർച്ചയായിട്ടും അത് ലോകത്തിൻ്റെ പലയിടങ്ങളിലായി ഇന്ത്യൻ സംഗീതത്തെ എത്തിച്ചു, അല്ലെങ്കിൽ ഇന്ത്യൻ താളത്തെ എത്തിച്ചു, താളത്തിൻ്റെ വിവിധ കോമ്പിനേഷനുകൾ എത്തിച്ചു എന്നത് മാത്രമല്ല, ഈ തബല എന്ന് പറയുന്ന ഈ വാദ്യോപകരണത്തെ, ഈ സംഗീതോപകരണത്തെ ജനങ്ങളുമായി, സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെയൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ ഞാൻ ആദ്യമായി സക്കീർ ഹുസൈനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഒരു പരസ്യ ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വാ ഉസ്താദ് വാ എന്ന് പറയുന്നത്, അതിൽ തബല മാത്രം, ഈ അദ്ദേഹത്തിൻ്റെ പെരുക്കം, ഈ തബലയിൽ അദ്ദേഹം പെരുക്കുന്നത് മാത്രം കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ആ പരസ്യ ചിത്രം ഒരുക്കിയത്. ആദ്യമായി ഞാൻ സാക്കിർ ഹുസൈൻ എന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ തലമുടിയും, എന്നും ഇളകി മറിയുന്ന തലമുടി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹം തബലയിൽ ഈ പെരുക്കുന്നതനുസരിച്ച് അദ്ദേഹം ഈ തല വെട്ടിക്കും, മുടിയിട്ടിളക്കും. അതൊക്കെ കാണികൾ എന്ന നിലയിൽ അതൊക്കെ നമ്മൾ ആസ്വദിച്ചതാണ്. മാത്രമല്ല, അദ്ദേഹം താളത്തിലൂടെ തൻ്റെ മുന്നിലുള്ള ആൾക്കാരുമായി, അത് കാഴ്ചക്കാരുമായി സംവദിക്കുമായിരുന്നു. താളം ഇതാണ് എന്ന് പറഞ്ഞ് ആ താളം വായിക്കുക, അതിൻ്റെ ഓരോ കാലം, 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, അതിങ്ങനെ കൊട്ടി കയറുക, അതിൻ്റെ ഏറ്റവും പരമമായ വേഗത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മാന്ത്രിക വിരലുകൾ ചലിപ്പിക്കുമ്പോൾ അത് അനിർവചനീയമായ മറ്റു അനുഭൂതിയിലേക്ക് കാഴ്ചക്കാരെയും ഒക്കെ കേൾവിക്കാരെയും എത്തിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. 7-ാം വയസ്സിൽ തുടങ്ങിയ ആ സംഗീത യാത്ര, ആ നാദയാത്ര അതിപ്പോൾ അവസാനിക്കുന്നു. ഇന്ത്യൻ സംഗീതത്തിന്, ലോക സംഗീതത്തിന് ഒരു വലിയ വിടവുണ്ടാക്കിയാണ് അദ്ദേഹം മറയുന്നത്. 7-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ പിതാവ് ഉസ്താദ് അല്ലാരഖ ഒരു കച്ചേരി അവതരിപ്പിക്കുന്ന സമയത്ത് അല്പസമയം ഒന്ന് വിശ്രമിക്കാൻ, ഒരു അരമണിക്കൂർ ബ്രേക്ക് വരുന്ന സമയത്താണ് ഉസ്താദ് അക്ബർ അലി ഖാനുമായി ചേർന്ന് അരമണിക്കൂർ നേരം 7 വയസ്സുള്ള കൊച്ച് സക്കീർ ഹുസൈൻ തബല ആദ്യമായി പെരുക്കുന്നത് കാണികൾക്ക് മുന്നിൽ. അരമണിക്കൂർ നേരം കാണികൾ ലയിച്ചിരുന്ന പ്രകടനം പിന്നീട് 12-ാം വയസ്സിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ കച്ചേരി സ്വന്തമായി ഏറ്റെടുക്കുന്നു. അതും ഇതേ ഉസ്താദ് അലി അക്ബർ ഖാന് വേണ്ടി അദ്ദേഹം വായിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് തിരക്കുള്ള യാത്രയായിരുന്നു. 19-ാം വയസ്സിൽ അദ്ദേഹം എത്നോ മ്യൂസിക്കോളജി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽ, അതായത് സംഗീതത്തിൻ്റെ അതിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം പഠിപ്പിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസറായി മാറുന്നു, അതും ഒരു വിദേശ സർവകലാശാലയിൽ. അങ്ങനെ സംഗീതത്തിൽ സഞ്ചരിക്കാവുന്ന എല്ലാ മേഖലകളിലേക്കും ഇതിനോടകം സഞ്ചരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിത്വം, ഒരു
അപൂർവ പ്രതിഭയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. വാനപ്രസ്ഥം എന്ന് പറഞ്ഞ ചിത്രത്തിലെ സംഗീത സംവിധാനത്തിലൂടെ കേരളത്തിലേക്കും മലയാളത്തിലും അദ്ദേഹത്തിന്റെ കഴിവുകൾ, അദ്ദേഹത്തിന്റെ പ്രതിഭ നമ്മൾ കണ്ടതാണ്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അദ്ദേഹം തബല വായിക്കുന്നു, തബലയിൽ പ്രകൃതിയിലെ ശബ്ദങ്ങൾ അദ്ദേഹം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള വിസ്മയങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതൊക്കെ പല വേദികളിൽ പലതവണ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ട് കാഴ്ചക്കാർ ഇങ്ങനെ കണ്ണു തള്ളി ഇരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, ഈ സരോദ് മാന്ത്രികനായിട്ടുള്ള അലി അക്ബർ ഖാനുമായിട്ടൊക്കെ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത്